നമ്മൾ പറഞ്ഞത് how are seasons formed. Listen here. When the north pole is tilted towards the sun and in the figure on page 145. ഏതാണ്? പൊസിഷൻ എ. നമ്മൾ കഴിഞ്ഞ ദിവസം ഇത് പറഞ്ഞു അല്ലേ? പൊസിഷൻ എ ആണ്. 145 പൊസിഷൻ എയിലാണ്. When the north pole is tilted towards the sun. സൂര്യന് നേരെ എന്തുണ്ട്? നോർത്ത് പോൾ ഉണ്ട് അല്ലേ? അതായത് പൊസിഷൻ എ എന്നിട്ടിട്ടുള്ള എർത്തിന്റെ പിക്ചർ. ദെൻ ഇറ്റ് ഈസ് സമ്മർ ഇൻ ദ നോർത്തേൺ ഹെമിസ്ഫിയർ. അപ്പോഴെന്തായിരിക്കും? സൂര്യന് നേരെ ഭൂമി വരുന്ന സമയത്ത് നോർത്തേൺ ഹെമിസ്ഫിയറിൽ സമ്മർ ആയിരിക്കും അല്ലേ? നല്ല ചൂടുള്ള സമയമായിരിക്കും. ബിക്കോസ് ഇറ്റ് ഈസ് tilted towards the sun. So there is a summer in northern hemisphere and the sunlight falls directly on the areas in the northern hemisphere അല്ലേ? സൂര്യന് നേരെ വരുമ്പോഴെങ്ങനെയായിരിക്കും? സൂര്യപ്രകാശം നേരെ നോർത്തേൺ ഹെമിസ്ഫിയറിലേക്ക് ആണ് പോവുക അല്ലേ? നേരെ സൂര്യന് നേരെ വരുമ്പോൾ സൺറൈസ് എന്ത് ചെയ്യും? ഡയറക്റ്റ് ആയിട്ട് ഭൂമിയുടെ ഈ ഭാഗത്തേക്ക് വരും അല്ലേ? ഈ നോർത്തേൺ ഹെമിസ്ഫിയറിലേക്ക് വരും. സോ നോർത്തേൺ ഹെമിസ്ഫിയറിൽ എന്തായിരിക്കും? അപ്പോൾ സമ്മർ ആയിരിക്കും. സൂര്യപ്രകാശം കൂടുതലായിട്ട് വരുമ്പോൾ നല്ല ചൂടുണ്ടാവും. ആ സമയത്ത് അവിടെ സമ്മർ ആയിരിക്കും നോർത്തേൺ ഹെമിസ്ഫിയറിൽ. നോക്കുക, പൊസിഷൻ എ ആണ് അത്. ഇങ്ങനെ കുറെ പൊസിഷൻ എ ബി സി ഡി എന്ന് തന്നിട്ട് എർത്തിന്റെ കുറെ പിക്ചേഴ്സ് തന്നിട്ടുണ്ട്. അതെന്താണ്? എർത്ത് ഇങ്ങനെ മാറി 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 പോകുന്നതിന്റെ അല്ലെ? നമ്മൾ പറഞ്ഞു ഓൾവേസ് റൊട്ടേറ്റ് ചെയ്യാണ് ഭൂമി. അപ്പോൾ ഭൂമി ഇങ്ങനെ മാറി മാറി ഓരോ പൊസിഷൻ പോകുന്നതാണ് ഇങ്ങനെ എ ബി സി ഡി എന്ന് തന്നിരിക്കുന്നത്. അല്ലാതെ ഇങ്ങനെ 4 എണ്ണം തന്നിട്ടുള്ളത് 4 ഭൂമി എന്നല്ല. ഒരു ഭൂമി തന്നെ എന്താണ്? റൊട്ടേറ്റ് ചെയ്ത് സൂര്യന്റെ ഡിഫറെന്റ് ആയിട്ടുള്ള ഭാഗങ്ങളിലേക്ക് വരുന്നതാണ്. എ നോക്കുക, ഡയറക്റ്റ് ആയിട്ട് വരും. പിന്നെ ബിയിലേക്ക് പോകുന്നുണ്ട് അല്ലെ? അതായത് ഭൂമി കറങ്ങിയിട്ട് ഭൂമിയുടെ പൊസിഷനിൽ ചേഞ്ച് സംഭവിക്കുന്നതാണ് ഇങ്ങനെ 4 ആയിട്ട് തന്നിട്ടുള്ളത്. അല്ലാതെ 4 എണ്ണവും കാണുന്നത് 4 ഭൂമിയാണ് എന്ന് കരുതരുത്. 4 എണ്ണം എന്താണ്? പൊസിഷൻ മാറി മാറി വരുന്നത് നമ്മൾ ഇങ്ങനെ കാണിക്കാൻ വേണ്ടി പറ്റും അല്ലേ? പിക്ചറിൽ ഇതിങ്ങനെ മാത്രമല്ലേ തരാൻ വേണ്ടി പറ്റൂ. നമുക്ക് വീഡിയോ മറ്റോ ആണെങ്കിൽ ആനിമേഷൻ ഒക്കെ ചെയ്തിട്ട് റൊട്ടേറ്റ് ചെയ്യുന്ന പോലെ കാണിക്കാം. പക്ഷെ ബുക്കിൽ എന്താണ്? ഇങ്ങനെ ഡിഫറെന്റ് പിക്ചർ തരാനേ പറ്റുള്ളൂ. ഇതാരാണ്? മുഹമ്മദ് ഷംവീലാണോ വീഡിയോ ഓൺ ചെയ്യാത്ത? എബിൻ ബിജു രണ്ടുപേരും വീഡിയോ ഓൺ ചെയ്തേ. അപ്പൊ ഭൂമിയുടെ റൊട്ടേഷനിൽ വരുന്ന സമയത്ത് സൂര്യന്റെ ഡിഫറെന്റ് ആയിട്ടുള്ള ഭാഗങ്ങളിലേക്ക് ഭൂമി വരുന്നു. ഇവിടെ കാണിക്കുന്നത് പൊസിഷൻ എ. ഭൂമി റൊട്ടേറ്റ് ചെയ്തിട്ട് വരുമ്പോൾ സൺലൈറ്റ് ഡയറക്റ്റ് ആയിട്ട് ഭൂമിയിലേക്ക് വരുന്നു. നോർത്തേൺ ഹെമിസ്ഫിയറിൽ ഡയറക്റ്റ് ആയിട്ട് സൺലൈറ്റ് ടച്ച് ചെയ്യുന്നുണ്ട്. സോ ആ സമയത്ത് നോർത്തേൺ ഹെമിസ്ഫിയറിൽ എന്തായിരിക്കും? സമ്മർ ആയിരിക്കും. സീസൺസിനെ കുറിച്ചാണ് പറയുന്നത്. നോർത്തേൺ ഹെമിസ്ഫിയറിൽ അപ്പോൾ സമ്മർ ആണ് ഫീൽ ചെയ്യുക എന്നുള്ളതാണ്. ഇൻ ദ സൗത്തേൺ ഹെമിസ്ഫിയർ ഇറ്റ് ഈസ് വിന്റർ അറ്റ് ദിസ് ടൈം. നോർത്തേൺ ഹെമിസ്ഫിയറിൽ സമ്മർ ആവുമ്പോൾ എന്താണ്? സൂര്യപ്രകാശം മുഴുവനായിട്ടും ഈ നോർത്തേൺ ഹെമിസ്ഫിയറിലേക്ക് ടച്ച് ചെയ്യും. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണല്ലേ, ഭൂമിനെ 2 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. വായിച്ചു നോക്കിയിരുന്നോ? വായിച്ചു നോക്കിയാൽ മാത്രമേ അടുത്ത ക്ലാസ്സിൽ എന്താണ് അതിന്റെ കണ്ടിന്യൂവേഷൻ എന്ന് മനസ്സിലാവുള്ളൂ കേട്ടോ. ഭൂമിനെ 2 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ അപ്പർ ഹാഫും ഉണ്ട്, ലോവർ ഹാഫും ഉണ്ട്. അപ്പർ ഹാഫ് ആണ് നോർത്തേൺ ഹെമിസ്ഫിയർ എന്ന് പറയാം. അതായത് നോർത്ത് പോൾ അല്ലേ? അപ്പർ ഹാഫ്, മുകളിലുള്ള പകുതി. ഭൂമിനെ ഇങ്ങനെ പകുതിയായിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ അതിന്റെ ഒരു സൈഡിലുള്ളത് നോർത്ത് പോളിന്റെ ഭാഗത്തുള്ളത് നോർത്തേൺ ഹെമിസ്ഫിയറും ലോവർ ലെവലിലുള്ളത് അല്ലെ ലോവർ ഹാഫ് എന്താണ്? സൗത്തേൺ ഹെമിസ്ഫിയറും ആണ് എന്ന് നമ്മൾ പറഞ്ഞു. ഭൂമിനെ 2 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. നോർത്ത് പോളുള്ള ഭാഗം നോർത്തേൺ ഹെമിസ്ഫിയർ, അപ്പർ ഹാഫ്, മുകളിലുള്ള പകുതി അല്ലെ? നമുക്കറിയാം, ഒരു ബോൾ എടുത്തിട്ട് നമ്മൾ അതിനെ നേരെ സെന്ററിൽ തന്നെ 2 പീസാക്കി കട്ട് ചെയ്യുകയാണെങ്കിൽ മുകളിലുള്ളത് അപ്പർ ഹാഫ്, താഴെയുള്ളത് ലോവർ ഹാഫ്. അപ്പൊ ഈ അപ്പർ ഹാഫിനെയാണ്, നോർത്ത് പോളാണ് അവിടെ, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? നോർത്തേൺ ഹെമിസ്ഫിയർ. ആൻഡ് ദ ലോവർ ഹാഫ് ഈസ് കോൾഡ് ദ സൗത്തേൺ ഹെമിസ്ഫിയർ. ഈസ് the near of south pole and north pole and south pole. നോർത്ത് പോളിനെയാണ് നമ്മൾ അപ്പർ ഹാഫ് എന്ന് പറയുന്നത്. അതിന് നമ്മൾ നോർത്തേൺ ഹെമിസ്ഫിയർ എന്നും താഴെയുള്ള ലോവർ ഹാഫിന് നമ്മൾ സൗത്തേൺ ഹെമിസ്ഫിയർ എന്നും പറയുന്നു. ദെൻ ഭൂമി എപ്പോഴും റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ പിക്ചറിൽ കാണിച്ചതുപോലെ പൊസിഷൻ എയിൽ വരുമ്പോൾ, അതായത് സണ്ണും ഭൂമിയും നേരെ നേരെ വരുമ്പോൾ സൺലൈറ്റ് ഡയറക്റ്റ് ആയിട്ട് എങ്ങോട്ട് വരും? ഈ നോർത്തേൺ ഹെമിസ്ഫിയർ
നോർത്തേൺ ഹെമിസ്ഫിയറിൽ ടച്ച് ചെയ്യും അല്ലേ? നേരെ വരുമ്പോൾ നോർത്തേൺ ഹെമിസ്ഫിയറിൽ ടച്ച് ചെയ്യും. നിങ്ങൾ ആ പിക്ചർ നന്നായിട്ട് നോക്കുക. സൺ എവിടെയുണ്ട്? സെൻട്രൽ ഉണ്ട് അല്ലേ? എർത്ത് ഇവിടെയുമാണ് ഉള്ളത്. അപ്പോൾ സൺലൈറ്റ് ഒക്കെ ഡയറക്റ്റ് ആയിട്ട് എർത്തിന്റെ ഈ സൈഡിലാണ് തട്ടുക. ഇവിടെയാണ് എന്ത്? നോർത്തേൺ ഹെമിസ്ഫിയർ ഉള്ളത്. അപ്പൊ കൂടുതലായിട്ട് സൺലൈറ്റ് ഇങ്ങോട്ട് വരുമ്പോൾ ആ ഭാഗത്ത് എന്തായിരിക്കും? ഭയങ്കര ചൂടായിരിക്കും അല്ലേ? സാധാരണയായിട്ടും നന്നായിട്ട് സൂര്യപ്രകാശം വരുമ്പോൾ നമ്മളത് മുമ്പേ പഠിച്ചിട്ടുണ്ട് അല്ലേ? ഏതാണ് ഓർമ്മയുണ്ടോ? ഡയറക്റ്റ് സൺലൈറ്റും ആൻഡ് സ്ലാൻഡിങ് സൺലൈറ്റും. ഉച്ച സമയത്ത് ഡയറക്റ്റ് സൺലൈറ്റ് ആയിരിക്കും, നേരെ ഭൂമിയിലേക്കാണ് സൺറൈസ് ടച്ച് ചെയ്യുക. അപ്പൊ നമുക്ക് ഉച്ച സമയത്ത് ഭയങ്കര ചൂട് ഫീൽ ചെയ്യും അല്ലേ? എന്നാൽ രാവിലെയും വൈകുന്നേരങ്ങളിലും സൺലൈറ്റ് സ്ലാൻഡിങ് ആണ്, ചെരിഞ്ഞിട്ടാണ് ഭൂമിയിലേക്ക് എത്തുക. കാരണം സൂര്യന്റെ പൊസിഷൻ ഉള്ളത് എവിടെയാണ്? ഒന്ന് കിഴക്കും പിന്നെ വൈകുന്നേരം പടിഞ്ഞാറുമാണ് വരുന്നത് അല്ലെ? അപ്പൊ ആ രണ്ട് സ്ഥലത്തും സൺലൈറ്റ് ചെരിഞ്ഞിട്ടാണ് ഭൂമിയിലേക്ക് വരിക. അപ്പൊ രാവിലെയും വൈകുന്നേരവും നമുക്ക് ഫീൽ ചെയ്യുന്നത് പൊതുവെ ചൂട് കുറവാണ്. പക്ഷെ ഉച്ച സമയങ്ങളിൽ നല്ല ചൂടാണ്. എന്തുകൊണ്ടാണ്? സൂര്യൻ ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ തലയുടെ നേരെ മുകളിലാണ് ഉള്ളത് അല്ലേ? അപ്പൊ ആ സമയത്ത് ഡയറക്റ്റ് ആയിട്ട് സൺലൈറ്റ് എങ്ങോട്ട് വരും? ഭൂമിയിലേക്ക് വരും. അതുപോലെയാണ് ഈ പിക്ചറിൽ പറഞ്ഞിട്ടുള്ളത്. എന്താണ്? സൂര്യൻ ഇവിടെ ഉണ്ട്, ഭൂമി അതിന്റെ നേരെയാണ് ഉള്ളത്. അപ്പോൾ ഡയറക്റ്റ് ആയിട്ട് സൺലൈറ്റ് നോർത്തേൺ ഹെമിസ്ഫിയറിലേക്ക് വരും. അപ്പൊ നോർത്തേൺ ഹെമിസ്ഫിയറിൽ നല്ല ചൂടായിരിക്കും. ബിക്കോസ് ദർ ഈസ് സമ്മർ. നോർത്തേൺ ഹെമിസ്ഫിയറിൽ അപ്പോൾ സമ്മർ ആയിരിക്കും ഉണ്ടാവുക, ചൂട് കാലമായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അതിന്റെ നേരെ ഓപ്പോസിറ്റ്, അതായത് ലോവർ ഹാഫിൽ, അതായത് സൗത്തേൺ ഹെമിസ്ഫിയറിൽ അപ്പോൾ വിന്റർ ആയിരിക്കും ഫീൽ ചെയ്യുക. സൂര്യപ്രകാശം മുഴുവൻ ഒരു സൈഡിലാണ് പോണതെങ്കിൽ മറ്റേ സൈഡിൽ ചൂടുണ്ടാവുമോ? ഇല്ല. അവിടെ എന്തായിരിക്കും? അപ്പോൾ വിന്റർ, തണുപ്പുള്ള മഞ്ഞുകാലം ഒക്കെ ആയിരിക്കും ആ സമയത്ത് അവിടെ ഉണ്ടാവുക. തണുപ്പായിരിക്കും പൊതുവെ. ഒരു സൈഡിൽ നല്ല ചൂടായിരിക്കും, മറ്റിടത്ത് എന്തായിരിക്കും? വിന്റർ ആയിരിക്കും. മനസ്സിലായോ? അത് ക്ലിയർ ആയോ? ഹൗ ആർ സീസൺസ് ഫോംഡിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എങ്ങനെയാണ് സൺലൈറ്റ് അല്ലെങ്കിൽ എങ്ങനെയാണ് സമ്മറും വിന്ററും ഫോം ചെയ്യുന്നത് എന്ന്? അതായത് ആ പൊസിഷനിൽ, സൂര്യന്റെ നേരെ ആ പൊസിഷനിൽ ഭൂമി വരുമ്പോഴാണ് കൂടുതലായിട്ട് സൺലൈറ്റ്. അശ്വിനെ ഇവിടെ ശ്രദ്ധിച്ചേ, എങ്ങോട്ടാ നോക്കുന്നേ? അപ്പൊ ഡയറക്റ്റ് ആയിട്ട് സൺലൈറ്റ് എങ്ങോട്ട് വരും? ഭൂമിയുടെ നോർത്തേൺ ഹെമിസ്ഫിയറിൽ ടച്ച് ചെയ്യുമ്പോഴാണ് അവിടെ കൂടുതലായിട്ടും ചൂട് ഉണ്ടാവുന്നത്. അതുകൊണ്ട് നോർത്തേൺ ഹെമിസ്ഫിയറിലുള്ളത് സമ്മർ ആണ്. ആൻഡ് ആ സമ്മർ നോർത്തേൺ ഹെമിസ്ഫിയറിൽ ഉണ്ടാവുമ്പോൾ there is winter in the southern hemisphere. Okay, then the longest day of the year in the northern hemisphere is 21st June. ഏറ്റവും ദൈർഘ്യമുള്ള ദിവസം ജൂൺ 21-ന് നോർത്തേൺ ഹെമിസ്ഫിയറിൽ ഒരുപാട് ദൈർഘ്യമുള്ള ദിവസം ഉണ്ടാകും. അതായത് ഒരുപാട് ലോങ് ആയിട്ടുള്ള ദിവസം 21st ജൂണിൽ ഉണ്ടാവും എന്നാണ് പറയുന്നത്. അതായത് ചില ദിവസങ്ങളിൽ നമുക്ക് എന്ത് തോന്നാറുണ്ട്? നേരം വെളുത്തിട്ട് ഒരുപാട് സമയമായി അല്ലേ? അല്ലെങ്കിൽ ഇന്ന് എന്താണ് വൈകുന്നേരം ആകുകയേ ചെയ്യാത്തത് എന്ന് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഏതെങ്കിലും ദിവസം ഇന്ന് ഇത് എന്താണ് വൈകുന്നേരം ആവാൻ? നിങ്ങൾ ഇങ്ങനെ കളിച്ച് നടന്ന് അതിനെക്കുറിച്ച് ചിന്തിക്കാത്തതുകൊണ്ടാണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യാത്തത്. എന്നാൽ നമുക്കൊക്കെ തോന്നിയിട്ടുണ്ട്. കാരണം അന്ന് ദിവസത്തിന് ദൈർഘ്യം കൂടുതലായിരിക്കും. അങ്ങനെയുള്ള ദിവസങ്ങളുണ്ട്. അതായത് രാവിലെ ആയിട്ട് രാത്രി ആവുമ്പോഴേക്കുമുള്ള ദിവസത്തിൽ ഒരുപാട് സമയം പോലെ നമുക്ക് തോന്നാറുണ്ട്. ചിലപ്പോൾ നമ്മൾ സമയം നോക്കിയിട്ട് വിചാരിക്കും, ഇന്ന് ഇതുവരെ 3 മണിയേ ആയിട്ടുള്ളൂ, വൈകുന്നേരം 3 മണി ആയതേ ഉള്ളൂ, ഇന്നെന്താണ്, അല്ലെങ്കിൽ സമയം തീരെ പോകുന്നില്ലല്ലോ. ചില സമയം നമുക്ക് വെറുതെ ഇരുന്ന് ബോറടിച്ചിട്ട് തോന്നാറുണ്ട്. പക്ഷെ അങ്ങനെയല്ല. സീരിയസ്ലി ഒരു ദിവസത്തിൽ ദൈർഘ്യം കൂടുതൽ ഉണ്ടാകും. വൈകുന്നേരം ആകാനുള്ള സമയം ഒരുപാട് അധികം ഉണ്ടാകും. അപ്പോൾ ഈ നോർത്തേൺ ഹെമിസ്ഫിയറിൽ ഏറ്റവും ലോങ്ങസ്റ്റ് ആയിട്ടുള്ള ഡേ, അങ്ങനെ ഒരുപാട് ദൈർഘ്യമുള്ള ദിവസം 21st ജൂൺ ആണ്. ജൂൺ 21-നാണ് ഒരുപാട് ലോങ്ങസ്റ്റ് ആയിട്ടുള്ള ഡേ എവിടെ ഉണ്ടാകുന്നത്? നോർത്തേൺ ഹെമിസ്ഫിയറിൽ ഉണ്ടാകുന്നത് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ പറഞ്ഞത് നോർത്തേൺ ഹെമിസ്ഫിയർ ആൻഡ് സൗത്തേൺ ഹെമിസ്ഫിയർ. ആൻഡ് the earth is divided into 2 parts, upper half and lower half. മുകളിലുള്ള ഭാഗം, താഴെയുള്ള ഭാഗം. അപ്പോൾ അപ്പർ ഹാഫിലാണ് എന്ത്? നോർത്ത് പോൾ ഉള്ളത്. നോർത്ത് പോളിൽ അതിനെ നമ്മൾ നോർത്തേൺ ഹെമിസ്ഫിയർ എന്ന് പറയും. മുകളിലുള്ള ഭാഗം, ഭൂമിനെ ഇങ്ങനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്താൽ മുകളിലുള്ള ഭാഗത്തിന് നമ്മൾ നോർത്തേൺ ഹെമിസ്ഫിയർ, ആൻഡ് താഴെയുള്ള ഭാഗത്തിന് നമ്മൾ
സൗത്തേൺ ഹെമിസ്ഫിയർ എന്നും പറയും എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ് ഇത്രയും. പിന്നെ എങ്ങനെയാണ് ഈ സീസൺസ് ഉണ്ടാകുന്നത്? അതായത് ഭൂമി ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സണ്ണിന്റെ ഡയറക്റ്റ് നേരെ ആര് വരുമ്പോ, എർത്ത് വരുമ്പോ കൂടുതലായിട്ട് സൺലൈറ്റ് എങ്ങോട്ട് പോവും? ഭൂമിയുടെ ഒരു ഭാഗത്തേക്ക് പോകും അല്ലേ? അവിടെ നോർത്തേൺ ഹെമിസ്ഫിയർ ആണ്. അപ്പൊ ആ നോർത്തേൺ ഹെമിസ്ഫിയറിൽ സമ്മർ ആയിരിക്കും ഡയറക്റ്റ് ആയിട്ട് വരുമ്പോ. അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ, അതായത് സൗത്തേൺ ഹെമിസ്ഫിയറിൽ ലോവർ ഹാഫിൽ അപ്പോൾ വിന്ററും ആയിരിക്കും. പിന്നെയും റൊട്ടേറ്റ് ചെയ്ത് വരുമ്പോ സൗത്തേൺ ഹെമിസ്ഫിയറിൽ സമ്മർ വരും, നോർത്തേൺ ഹെമിസ്ഫിയറിൽ വിന്റർ വരും. ക്ലിയർ? അതായത് സീസൺസ് ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. ബിക്കോസ് ഭൂമി എന്ത് ചെയ്യാണ്? ഓൾവേസ് റൊട്ടേറ്റ് ചെയ്തുകൊണ്ട് ഇരിക്കുകയാണ് എന്നുള്ളതാണ്. അപ്പോൾ ചില ദിവസം ഒരുപാട് ദൈർഘ്യമുള്ളത് പോലെ അല്ലെങ്കിൽ ലെങ്ത് ഉള്ളത് പോലെ, ആ ദിവസത്തിന് ഒരുപാട് ലെങ്ത് ഉള്ളത് പോലെ നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്. അങ്ങനെ ഷെഫി ഉറക്കം വരുന്നുണ്ടോ മോളെ? അപ്പോൾ നോർത്തേൺ ഹെമിസ്ഫിയറിൽ നന്നായിട്ട് അങ്ങനെ ഒരുപാട് ദിവസം തോന്നുന്നത് എപ്പോഴാണ്? 21 ജൂണിനാണ് എന്നാണ് പറയുന്നത്. നിങ്ങൾ ഇങ്ങനെ രാവിലെ എണീറ്റിട്ട് അതുപോലെ വന്നിരിക്കാതെ എന്ത് ചെയ്യുക? രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ കുളിച്ച് ഫ്രഷ് ആയിട്ടൊക്കെ മാത്രം ക്ലാസ്സിൽ കയറുക. എന്നാൽ തന്നെ നിങ്ങളെ മൂഡ് ഓക്കെ ആവും. നിങ്ങളിപ്പോൾ സ്കൂളിൽ വരുവാണെങ്കിൽ രാവിലെ എണീറ്റ് കുളിക്കുകയൊക്കെ ചെയ്യില്ലേ? അല്ലാതെ എണീറ്റ് പാടെ ഇങ്ങനെ ക്ലാസ്സിൽ വന്നിരിക്കുകയാണോ ചെയ്യാറ്? അല്ലല്ലോ. അപ്പൊ രാവിലെ ക്ലാസ് ഉള്ള സമയങ്ങളിൽ രാവിലെ എന്ത് ചെയ്യുക? ക്ലാസ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും രാവിലെ ശീലിക്കേണ്ട ഒരു കാര്യം എന്താണ്? കുളിക്കുക എന്നുള്ളതാണ്. രാവിലെ കുളിച്ചാൽ തന്നെ നിങ്ങളുടെ അന്നത്തെ മൂഡ് ഓക്കെ ആവും. അതുകൊണ്ട് എണീറ്റ് കുളിച്ച് നല്ല മക്കളായിട്ട് ക്ലാസ്സിൽ വന്നിരിക്കുക. അല്ലാതെ ഇതാണ് നമ്മൾ ഉറക്കപ്പിച്ചിൽ വന്നിരുന്നാൽ നമുക്ക് വീണ്ടും വീണ്ടും ഉറക്കം വന്നുകൊണ്ടിരിക്കും അല്ലേ? ഒരാളോട് മാത്രമല്ല, എല്ലാവരോടും കൂടിയാ പറയുന്നത്. രാവിലെ കുളിച്ച് ഫ്രഷ് ആയിട്ടൊക്കെ ക്ലാസ്സിൽ കയറിയാൽ നല്ലതാണ്. നിങ്ങളുടെ മൂഡ് ശരിയാവും അന്നത്തെ. അതുകൊണ്ട് പരമാവധി കുളിച്ചിട്ടൊക്കെ ക്ലാസ്സിൽ വരാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ എല്ലാവരും. ദെൻ നെക്സ്റ്റ് ഇനി ബാക്കിയുള്ള പൊസിഷൻസിനെ കുറിച്ചാണ് പറയാൻ വേണ്ടി പോകുന്നത്. നമ്മൾ പൊസിഷൻ എ പറഞ്ഞു അല്ലേ? നോർത്തേൺ ഹെമിസ്ഫിയറിൽ സമ്മർ ഉണ്ടാകുമ്പോൾ സൗത്തേൺ ഹെമിസ്ഫിയറിൽ വിന്റർ ഉണ്ടാകും എന്നുള്ളത് നമ്മൾ പറഞ്ഞു. ദെൻ അറ്റ് പൊസിഷൻസ് ബി ആൻഡ് ഡി the sun shines vertically over the equator at noon. The September, the northern hemisphere experiences autumn and the southern hemisphere experience spring. അല്ലേ? അതായത് പൊസിഷൻ ബി ആൻഡ് ഡി നെ കുറിച്ചാണ് പറയുന്നത് അല്ലേ? ബിയും ഡിയും എങ്ങനെയാണത്? രണ്ടും വേർട്ടിക്കലി ആണ് സൺലൈറ്റ് പോകുന്നത് അല്ലേ? ഒന്ന് സൂര്യന്റെ മുകളിൽ ഭാഗത്തും ഒന്ന് സൂര്യന്റെ താഴെ ഭാഗത്തും ബിയും ഡിയും കാണുന്നുണ്ട് അല്ലേ? അപ്പൊ ഡയറക്റ്റ് ആയിട്ട് പോവില്ല സൂര്യപ്രകാശം അല്ലേ? എന്താണ്? വേർട്ടിക്കലി ആണ് ഈ സൺലൈറ്റ് അങ്ങോട്ട് പോകുന്നത് രണ്ട് സ്ഥലത്തേക്കും അല്ലേ? അപ്പൊ ദെൻ in September, the northern hemisphere experiences autumn. അതുപോലെ സെപ്റ്റംബറിൽ നോർത്തേൺ ഹെമിസ്ഫിയറിൽ കുറച്ച് മാത്രം സൺറൈസ് വേർട്ടിക്കലി വരുമ്പോൾ അവിടെയാണ് ഓട്ടം സീസൺ ഉണ്ടാവുക. നോർത്തേൺ ഹെമിസ്ഫിയറിൽ സമ്മർ മാറിയിട്ട് എന്ത് വരും? ഓട്ടം സീസൺ വരും. എപ്പോ? സെപ്റ്റംബറിൽ. ദെൻ the southern hemisphere experiences spring. നമ്മുടെ നോർത്തേൺ ഹെമിസ്ഫിയറിൽ ഓട്ടം സീസൺ വരുമ്പോൾ നേരെ സൗത്തേൺ ഹെമിസ്ഫിയറിൽ എന്ത് വരും? സ്പ്രിംഗ് വരും. സ്പ്രിംഗ് സീസൺ വരും. ഓക്കെ. ദെൻ ഇൻ മാർച്ച് ദ ഓപ്പോസിറ്റ് ഹാപ്പൻ. മാർച്ചിൽ വീണ്ടും ഓപ്പോസിറ്റ് ആയിട്ട് സംഭവിക്കും. എന്ത്? നോർത്തേൺ ഹെമിസ്ഫിയറിൽ എന്ത് വരുമ്പോ? സ്പ്രിംഗ് വരുമ്പോൾ സൗത്തേൺ ഹെമിസ്ഫിയറിൽ ഓട്ടം വരും. അതായത് സീസൺസ് ചേഞ്ച് ആയിക്കൊണ്ടേയിരിക്കും. മഞ്ഞുകാലം വേനൽക്കാലവും മാറിയിട്ട് വസന്തകാലവും ശരത്കാലവും ഒക്കെ മാറി മാറി വരും. അതായത് പൂവുള്ള നമുക്ക് എല്ലാ ഇതിനും പൂക്കളൊക്കെ ഉണ്ടാവുന്ന വസന്തകാലം അല്ലേ? അത് വരും. ദെൻ അതിന്റെ സൗത്തേൺ ഹെമിസ്ഫിയറിൽ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. ഒരു നോർത്തേൺ ഹെമിസ്ഫിയറിൽ മഴയാണെങ്കിൽ സൗത്തേൺ ഹെമിസ്ഫിയറിൽ വെയിലായിരിക്കും. അങ്ങനെ ഈ ഭൂമി റൊട്ടേറ്റ് ചെയ്യുമ്പോൾ സീസൺസും മാറി മാറി വരും എന്നുള്ളതാണ് പറയുന്നത്. ദെൻ the northern hemisphere experiences spring and the southern hemisphere experiences autumn. ഇപ്പോൾ ഞാൻ പറഞ്ഞത് തന്നെയാണ്. എന്താണ്? നോർത്തേൺ ഹെമിസ്ഫിയറിൽ സ്പ്രിംഗ് ആണെങ്കിൽ സൗത്തേൺ ഹെമിസ്ഫിയറിൽ ഓട്ടം ആയിരിക്കും. അങ്ങനെയാണ് സീസൺസ് ചേഞ്ച് ആകുന്നത്. ഓൺ 21 March and
3rd September days are nights are of the same duration. 21 മാർച്ചും 23 സെപ്റ്റംബറും എന്താണുള്ളത്? നൈറ്റ്സ് ആർ ഓഫ് ദ സെയിം ഡ്യൂറേഷൻ. ഈ 21 മാർച്ചിലും 23 സെപ്റ്റംബറിലുമുള്ള രാത്രികളിൽ അതിന്റെ ഡ്യൂറേഷൻ ഒരുപോലെ ആയിരിക്കും എന്നാണ് പറയുന്നത്. അതായത് നേരത്തെ പറഞ്ഞല്ലോ ഓൾറെഡി എന്താണ് 21 ജൂണിൽ പകലിന്റെ ദൈർഘ്യം കൂടുതലായിരിക്കും, ഒരുപാട് നേരം എന്തുണ്ടാവും? പകൽ ഉണ്ടാകും എന്ന് പറയുന്നത് പോലെ എന്താണ് നമ്മൾ 21 മാർച്ചിലും 23 സെപ്റ്റംബറിന്റെയും രാത്രി നമ്മൾ ഉറങ്ങുമ്പോൾ, അതായത് രാത്രിയുടെ ഡ്യൂറേഷൻ, അതായത് രാത്രിയുടെ കാലാവധി അല്ലെ, രാത്രിയായിട്ട് രാവിലെ ആകുന്നത് വരെയുള്ള സമയം, നമ്മൾ ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന ആ സമയം ഒരുപോലെ ആയിരിക്കും എന്നാണ് പറയുന്നത്. എപ്പോഴൊക്കെ? 21 മാർച്ചിലും 23 സെപ്റ്റംബറിലുമുള്ള രാത്രിയുടെ ദൈർഘ്യം ഒരുപോലെയാണ് ഉണ്ടാവുക. ഈ പകലിലുള്ള ചേഞ്ചസ് പോലെ തന്നെ രാത്രിയിലും ചേഞ്ചസ് ഉണ്ടാവും. അപ്പോൾ 21 മാർച്ചിലും 23 സെപ്റ്റംബറിലും ഒരേ ദൈർഘ്യമുള്ള രാത്രിയാണ് ഉണ്ടാവുക. രാത്രി ഏകദേശം ഈക്വൽ ആയിരിക്കും എന്നുള്ളതാണ് പറയുന്നത്. Then the south pole is tilted towards the sun at position C. It is summer in the southern hemisphere and winter in the northern hemisphere. നമ്മൾ നേരത്തെ പറഞ്ഞു തന്നെയാണ്. എന്താണ്? സൂര്യൻ ആദ്യം പൊസിഷൻ എയിൽ നിൽക്കുമ്പോൾ ഡയറക്റ്റ് ആയിട്ട് നോർത്തേൺ ഹെമിസ്ഫിയറിലേക്ക് സൂര്യപ്രകാശം പോകുന്നു. അപ്പൊ അവിടെ സമ്മർ ആയിരിക്കും, സൗത്തേൺ ഹെമിസ്ഫിയറിൽ വിന്റർ ആയിരിക്കും. ഇത് നേരെ വീണ്ടും ഭൂമി റൊട്ടേറ്റ് ചെയ്തുള്ള അവസ്ഥയാണ്. അപ്പോൾ സൗത്തേൺ ഹെമിസ്ഫിയറിൽ എന്ത് വരും? വിന്റർ, സമ്മർ വരുമ്പോൾ നോർത്തേൺ ഹെമിസ്ഫിയറിൽ വിന്റർ വരും. അതായത് ഭൂമി ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതിന് അനുസരിച്ച് സീസൺസിലും നമ്മുടെ കാലാവസ്ഥകളിലും മാറ്റമുണ്ടാകും എന്നുള്ളതാണ്. മനസ്സിലായോ നിങ്ങൾക്ക്? ഇതിൽ മനസ്സിലാകാത്തതുണ്ടോ? കൺഫ്യൂഷൻ ഉണ്ടോ? അതായത് നിങ്ങൾ ഇമാജിൻ ചെയ്യുക, ഭൂമി ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് അല്ലേ. ഭൂമി എവിടെയാണുള്ളത്? സൂര്യന്റെ അടുത്താണ് ഉള്ളത് അല്ലേ. അപ്പോൾ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഭൂമിയുടെ പല ഭാഗങ്ങളും അല്ലേ സൂര്യന്റെ അടുത്തേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സാധനം അല്ലേ. അത് ഭൂമി എപ്പോഴും ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഓൾവേസ് ഇങ്ങനെ കറങ്ങാണ്. അപ്പോൾ ഇങ്ങനെ കറങ്ങി ഈ സൈഡ് എവിടെ വരുമ്പോൾ, സൂര്യന്റെ നേരെ വരുമ്പോൾ ഇവിടെ സമ്മർ ആയിരിക്കും, അപ്പോൾ മറ്റേ സൈഡിൽ വിന്റർ ആയിരിക്കും. വീണ്ടും കറങ്ങി ഇവിടെയുള്ള ഭാഗം ഇവിടെ എത്തുമ്പോൾ ഇവിടെ സമ്മർ ആയിരിക്കും, അപ്പുറം വിന്റർ ആയിരിക്കും. അങ്ങനെ സൂര്യന്റെ അടുത്തേക്ക് ഭൂമിയുടെ ചലനം, ഭൂമി ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിനനുസരിച്ച് കാലാവസ്ഥകളിലും മാറ്റം ഉണ്ടാകും. നമ്മുടെ നാട്ടിൽ സീസൺസ് ഉണ്ടാകുന്നത് ഈ ഭൂമിയുടെ റൊട്ടേഷൻ അനുസരിച്ചാണ് എന്നുള്ളതാണ് പറയുന്നത്. സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്, ഒരുപാട് ഇമാജിൻ ചെയ്യണ്ട. ഈ പൊസിഷൻ ABCD എന്നുള്ളതും കാര്യമായിട്ട് മനസ്സിലേക്ക് വരുത്തണ്ട. അതായത് ABCD എന്നൊക്കെ കാണുമ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാവും. അങ്ങനെയല്ല, എന്താണ്, ഭൂമി കറങ്ങുമ്പോൾ സൂര്യന്റെ അടുത്തേക്ക് ഇങ്ങനെ ഭാഗങ്ങളായിട്ട് മാറി മാറി വന്നുകൊണ്ടിരിക്കുമ്പോൾ എന്തുണ്ടാവും? സീസൺസിൽ ചേഞ്ച് ഉണ്ടാകും എന്നുള്ളതാണ്. മനസ്സിലായോ? അത്രയേ ഉള്ളൂ. സീസൺസിൽ മാറ്റം ഉണ്ടാകും എന്നുള്ളത് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. ഓക്കെ. Then festivals and the heavenly bodies എന്നുള്ളതാണ് ഇനി പറയാൻ വേണ്ടി പോകുന്നത്. You must have seen, listen, ശ്രദ്ധിക്കുക എന്താണെന്നുള്ളത്. ആഘോഷങ്ങളും പിന്നെ ഹെവൻലി ബോഡി എന്താണ്? ഭൂമിയിലുള്ള, നമ്മൾ നേരത്തെ സാറ്റലൈറ്റ്സിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഹെവൻലി ബോഡീസിനെ കുറിച്ച് പറഞ്ഞതാണ്. എന്താണ് പറയുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. You must have seen in your school diary and calendars that the holiday for Eid is marked with depending on the appearance of the moon. സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ കലണ്ടർ നോക്കിക്കഴിഞ്ഞാൽ ഹോളിഡേയ്സ് കാണാം അല്ലേ. കലണ്ടറിൽ സ്വാഭാവികമായിട്ടും എന്തുണ്ടാവും? ഹോളിഡേയ്സ് നമ്മൾ കാണാറുണ്ട്. ആൻഡ് ഈദ് ഉണ്ടാകുന്നത് അല്ലേ, മുസ്ലിംസ് സാധാരണയായിട്ട് മുസ്ലിം പിന്നെ കാറ്റഗറിയിലുള്ള ആളുകൾ ഈദ് സെലിബ്രേറ്റ് ചെയ്യാറുണ്ട് അല്ലേ. ഈദ് സെലിബ്രേറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ അവർ ഈ ഈദ് സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ കലണ്ടറിൽ ചിലപ്പോൾ ഏതെങ്കിലും ഒരു ദിവസമാണ് ഈദ് കൊടുത്തിട്ടുള്ളതെങ്കിൽ കറക്റ്റ് ആയിട്ട് ആ ദിവസം തന്നെ ഈദ് ഉണ്ടാവണമെന്നില്ല. നമുക്കറിയാം, നമ്മൾ സാധാരണയായിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്ന നമ്മുടെ വിഷു, ഓണം അല്ലെങ്കിൽ ക്രിസ്മസ്, ഇതൊക്കെ ഫിക്സഡ് ആണ് അല്ലേ. ക്രിസ്മസ് ഒക്കെ എപ്പോഴും ഫിക്സഡ് ആണ്. ബിക്കോസ്
ദാറ്റ് ഈസ് December 25th. ഇസ് ദ ബർത്ത്ഡേ ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ആൻഡ് അതുകൊണ്ട് അത് ഫിക്സഡ് ആണ്. പക്ഷെ നമ്മളിങ്ങനെ ഇപ്പോൾ വിഷു വരാൻ വേണ്ടി പോവാണ്. April 14th വിഷു അല്ലേ? കലണ്ടറിലുള്ളത് April 14th ആണ്. ബിക്കോസ് ആ ദിവസം തന്നെ നമ്മൾ വിഷു സെലിബ്രേറ്റ് ചെയ്യും അല്ലേ? ചില വർഷങ്ങളിൽ April 15th വിഷു അല്ലേ? ചില സമയം April 15 വിഷു ഉണ്ടാവാറ്. ഈ വർഷം April 14 വിഷു. കലണ്ടറിൽ ഏത് ദിവസമാണോ ഹോളിഡേ വിഷു എന്ന് കൊടുത്തിട്ടുള്ളത് അന്ന് നമ്മൾ വിഷു സെലിബ്രേറ്റ് ചെയ്യും. അല്ലാതെ 14 കലണ്ടറിൽ കൊടുത്തിട്ട് 15 നമ്മൾ സെലിബ്രേറ്റ് ചെയ്യോ? ഇല്ലല്ലോ. കലണ്ടറിൽ ഏത് ദിവസമാണോ വിഷു ഉള്ളത് ആ ദിവസം നമ്മൾ അതിപ്പോ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നു. പക്ഷെ ഈദിന്റെ കാര്യത്തിൽ എങ്ങനെയാണ്? ഈദ് വരുന്നത് ഇപ്പൊ കലണ്ടറിൽ ഏതെങ്കിലും ഒരു മാസം 10-ാം തീയതി ഈദ് കൊടുത്തു എന്ന് വിചാരിക്കുക. പക്ഷെ ചിലപ്പോ അതിൽ ചേഞ്ച് വരാം അല്ലെ? 10-നാണ് കൊടുക്കുന്നതെങ്കിൽ ചിലപ്പോ 9-ാം തീയതി ആയിരിക്കും ഈദ്, അല്ലെങ്കിൽ 11-ാം തീയതി ആയിരിക്കും. ഈദിന്റെ ദിവസങ്ങളിൽ ചേഞ്ച് വരുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അങ്ങനെ ഈദിന്റെ ദിവസങ്ങളിൽ ചേഞ്ച് വരാൻ കാരണം ഡിപ്പെൻഡിങ് ഓഫ് ദ അപ്പിയറൻസ് ഓഫ് ദ മൂൺ. ചില സ്ഥലത്ത് ചന്ദ്രന്റെ അല്ലെ? ചന്ദ്രന്റെ അപ്പിയറൻസ് നോക്കിയിട്ടാണ് ഈദ് ആഘോഷിക്കാറ്. നിലാവ് കണ്ടു അല്ലെ? ചില കടപ്പുറത്തൊക്കെ പോയിട്ട് ഇന്ന് നിലാവ് കണ്ടാൽ മാത്രമേ ഈദ് നാളെ ഉണ്ടാവുള്ളൂ. നിങ്ങൾ അങ്ങനെ ന്യൂസിലൊക്കെ ബ്രേക്കിംഗ് ന്യൂസ് ആയിട്ടൊക്കെ കാണിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതായത് ഇന്ന് കടപ്പുറത്ത് നിലാവ് കണ്ടു, നാളെ വലിയ പെരുന്നാളാണെന്ന് ഇന്ന ആള് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? വാർത്തയൊക്കെ കാണണം, എന്നാലേ കേൾക്കുള്ളൂ, അല്ലെങ്കിൽ കേൾക്കൂല. അപ്പൊ ഇങ്ങനെ ചന്ദ്രന്റെ അപ്പിയറൻസ് നോക്കിയിട്ടാണ് എന്ത് തീരുമാനിക്കുക? ഈദ് തീരുമാനിക്കുക അല്ലെ? ഷംവില്ലേ, അറിയില്ലേ? അതായത് നിലാവ് കണ്ടാൽ മാത്രമാണ് എന്തുണ്ടാവുക? ഈദ് ഉണ്ടാവുക അല്ലെ? ഇന്ന് രാത്രി ഇന്ന കടപ്പുറത്ത് നിലാവ് കണ്ടാല് എന്താണ്? നാളെ ഈദാണ്, അത് ഫിക്സ്ഡ് ആവും അല്ലെ? പക്ഷെ ചിലപ്പോ കലണ്ടറിൽ ഒരു 10-ാം തീയതിയാണ് ഈദെങ്കിൽ 9-ാം തീയതി രാത്രിയും നിലാവ് കണ്ടിട്ടില്ല എങ്കിൽ എന്താണ്? 10-ാം തീയതി ഉണ്ടാവില്ല അല്ലെ? 10-ാം തീയതി രാത്രിയാണ് കാണുന്നതെങ്കിൽ 11-ാം തീയതി ആയിരിക്കും ഈദ് ഉണ്ടാവുക. അപ്പം ഈ കലണ്ടറിലുള്ള ഹോളിഡേ കൂടാതെ ഈദ് സെലിബ്രേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ചന്ദ്രന്റെ അപ്പിയറൻസ് നോക്കിയിട്ടാണ്. ചന്ദ്രന്റെ നിലാവ് കണ്ടാലാണ് എന്തുണ്ടാവുക? ഈദ് സെലിബ്രേറ്റ് ചെയ്യുക. അത് എന്തുകൊണ്ടാണ് എന്നാണ് പറയുന്നത്. ദിസ് ഈസ് ബിക്കോസ് ഓഫ് ഇസ്ലാമിക് കലണ്ടർ ഈസ് ബേസ്ഡ് ഓൺ ദ ഫേസസ് ഓഫ് ദ മൂൺ. അതായത് ഇസ്ലാമിക് കലണ്ടർ നമ്മുടെ സാധാരണ കലണ്ടർ ആണോ? നോ. സാധാരണ നമ്മളൊക്കെ യൂസ് ചെയ്യുന്ന അഡ്വർടൈസ്മെന്റ് കലണ്ടർ അല്ല. ഇസ്ലാമിക് കലണ്ടറിൽ മൂണിന്റെ ചന്ദ്രന്റെ ഫേസസ് നോക്കിയിട്ടാണ് എല്ലാ കാര്യങ്ങളും ഫിക്സ് ചെയ്ത് വെച്ചിട്ടുള്ളത് അല്ലെ? പൊതുവെ ഇസ്ലാമിക് കാറ്റഗറിയിൽ അവര് മൂണിന് കുറച്ചുകൂടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതാണ് അല്ലെ? നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലെ? മുസ്ലിം സയൻസിലൊക്കെ എന്താണ് ഇങ്ങനെ? സയൻസ് അല്ല, സൈൻ, ചിഹ്നം. ഓക്കെ, മുസ്ലിമിന്റെ സയൻസിൽ ചിഹ്നത്തില് എന്ത് കാണാറുണ്ട്? ഇങ്ങനെ ഒരു ചന്ദ്രന്റെ ഇതൊക്കെ കാണാറില്ലേ? നിങ്ങളുടെ പള്ളിയുടെ മുകളിലൊക്കെ എന്തുണ്ട്? ഒരു ഇങ്ങനെ ചന്ദ്രക്കലയുണ്ട് അല്ലെ? ഒരു ഹാഫ് മൂൺ ഇങ്ങനെ കാണാറില്ലേ പള്ളിയുടെ മുകളിൽ? പിന്നെ ചില ഇങ്ങനെ അവരുടെ അടയാളങ്ങളിലൊക്കെ ചന്ദ്രൻ ഇങ്ങനെ കാണാറുണ്ട്. ബിക്കോസ് അവർ കൂടുതലായിട്ട് നമ്മൾ മീൻസ് ഹിന്ദു ആൾക്കാർ പൊതുവെ സൂര്യന് ഇമ്പോർട്ടൻസ് അല്ലെ? അവർ സണ്ണിനെ ഗോഡായിട്ട് കാണാറുണ്ട്. ദെൻ മുസ്ലിം കാറ്റഗറിയിൽ വരുന്ന ആൾക്കാർ കുറച്ചുകൂടെ ഇമ്പോർട്ടൻസ് ആർക്ക് കൊടുക്കുന്നുണ്ട്? ചന്ദ്രന് കൊടുക്കുന്നുണ്ട് അല്ലെ? ബിക്കോസ് അവര് മൂണിനെ ഏകദേശം ഡിവോഷനായിട്ട് അങ്ങനെ വെക്കാറുണ്ട് മൂണിനെ. സോ ചന്ദ്രന്റെ ഫേസസ് നോക്കിയിട്ടാണ് എന്ത് ചെയ്യുക? മുസ്ലിം കാറ്റഗറിയിലുള്ള മുസ്ലിം കലണ്ടർ, ഇസ്ലാമിക് കലണ്ടർ ഉണ്ടാക്കുന്നത്. സോ ആ ഇസ്ലാമിക് കലണ്ടറിൽ അപ്പോൾ മൂണിന്റെ പൊസിഷൻ അല്ലെങ്കിൽ മൂണിന്റെ അപ്പിയറൻസ് നോക്കിയിട്ടാണ് ഈദ് സെലിബ്രേറ്റ് ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത്. ആൻഡ് മെനി അതർ ഇന്ത്യൻ ഫെസ്റ്റിവൽസ് ടു ആർ ലിങ്ക്ഡ് ടു ദ മൂവ്മെന്റ് ഓഫ് ദ മൂൺ. പിന്നെ അതുകൂടാതെ ഒരുപാട് ഇന്ത്യൻ ഫെസ്റ്റിവൽസ് എന്ത് ചെയ്യാറുണ്ട്? ചന്ദ്രന്റെ അപ്പിയറൻസ് നോക്കി നടത്താറുണ്ട് എന്നാണ് പറയുന്നത്. ആൻഡ് ദ സൺ ആൻഡ് ദ സീസൺ. ഹോളി മാർക്സ് ദ കമ്മിങ് ഓഫ് സ്പ്രിംഗ്. ബൈസാഖി, ഓണം, പൊങ്കൽ, ബിഹു ആൻഡ് ലോഹരി ആർ ലിങ്ക്ഡ് ടു ദ സീസൺസ്. അതായത് സീസൺസിലുള്ള ഡിഫറൻസ് നോക്കിയിട്ട് ചില ആഘോഷങ്ങൾ സെലിബ്രേറ്റ് ചെയ്യാറുണ്ട് എന്നാണ് പറയുന്നത്. എല്ലാം ഫിക്സ്ഡ് ആയിട്ട് കൊണ്ടുപോകുന്നതല്ല, സീസൺസിലുള്ള വ്യത്യാസങ്ങൾ നോക്കിയിട്ട് ഇങ്ങനെ ആഘോഷങ്ങൾ സെലിബ്രേറ്റ് ചെയ്യാറുണ്ട് എന്നാണ് പറയുന്നത്. ഹോളി മാർക്സ് ദ കമ്മിങ് ഓഫ് സ്പ്രിംഗ് അല്ലെ?
അതായത് ഈ വസന്തകാലം അല്ലെങ്കിൽ സ്പ്രിങ് വരാൻ വേണ്ടി പോകുന്ന സമയത്ത് അല്ലേ, ആ സമയത്താണ് നമ്മൾ എന്ത് ഹോളി സെലിബ്രേറ്റ് ചെയ്യുക. ഇന്നെന്താണ് ഇന്ന് ഹോളി ഉണ്ടോ? കേട്ടുണ്ടോ? ഇന്ന് ഹോളി ആണ് എന്നാല് കേട്ടോ. അപ്പോൾ ഹോളി വരുന്ന സമയം എങ്ങനെയാണ്? സ്പ്രിങ്ങിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. സ്പ്രിങ് സീസൺ തുടങ്ങാൻ വേണ്ടി പോകുന്ന സമയത്താണ് ഹോളി ഉണ്ടാവുക. ഇതൊക്കെ എന്താണ്? ഫിക്സഡ് ആയിട്ട് പോകുന്ന കാര്യങ്ങളല്ല. ചന്ദ്രന്റെയും പ്ലാനറ്റ്സിന്റെയും സൂര്യന്റെയും ഒക്കെ മൂവ്മെന്റ്സ് നോക്കിയിട്ട്, ഇവരുടെയൊക്കെ പൊസിഷനും അപ്പിയറൻസും ഒക്കെ നോക്കിയിട്ട് ആഘോഷിക്കുന്നതാണ് ഇതൊക്കെ. എന്താണ്? ഹോളി, പൊങ്കൽ, ബിഹു, ലോഹ്രി ആർ ലിങ്ക് ടു ദ സീസൺസ്. ഇവരൊക്കെ സീസൺസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് എന്തുണ്ടാവുക? ആഘോഷങ്ങൾ ഉണ്ടാവുക എന്നുള്ളതാണ്. The days of the week in the Indian calendar are named after the planets. For example, Shanivar means day of Shani or Saturn. അതായത് ഇന്ത്യൻ കലണ്ടർ ഉണ്ടാക്കുന്നത് അല്ലേ, നമ്മുടെ കലണ്ടറും ഗ്രഹങ്ങളും ഒക്കെ ആയിട്ട് ഒരുപാട് ബന്ധമുണ്ട് അല്ലേ. നമ്മൾ ഈ ശനി അല്ലെങ്കിൽ ശനി നമ്മുടെ കലണ്ടറിൽ, നമ്മുടെ ഇന്ത്യൻ കലണ്ടർ നമ്മുടെ ഈ പ്ലാനറ്റ്സുമായിട്ടും മൂണുമായിട്ടും സണ്ണുമായിട്ടും ഒക്കെ റിലേറ്റഡ് ആണ് അല്ലേ. ഇത് ആക്ച്വലി പ്ലാനറ്റ്സും ഇൻ സോളാർ സിസ്റ്റത്തിനെയും ഒക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മുടെ കലണ്ടർ ഉണ്ടാക്കുക. നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ കലണ്ടർ എങ്ങനെയാണ് ഉണ്ടാവുന്നതെന്ന്? കലണ്ടർ നമ്മുടെ ഈ പ്ലാനറ്റ്സിനെ ഒക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ട്, പ്ലാനറ്റ്സിന്റെ ഒക്കെ മൂവ്മെന്റ് നോക്കിയിട്ടാണ് ഉണ്ടാവുക. ദെൻ ശനിവാർ മീൻസ് ദ ഡേ ഓഫ് ശനി ഓർ സാറ്റേൺ. ശനിവാർ എന്ന് പറയാറുണ്ട് അല്ലെ. ശനിയാഴ്ച എന്ന് പറയുന്നത് എന്താണ്? ദ ഡേ ഓഫ് ശനി ഓർ സാറ്റേൺ. അതായത് സാറ്റേൺ എന്ന് പറയുന്ന പ്ലാനറ്റ് ഉണ്ട് അല്ലേ. സാറ്റേൺ എന്ന് പറയുന്ന ഒരു പ്ലാനറ്റ് ഇല്ലേ? സാറ്റേൺ എന്ന് പറയുന്ന ഒരു ഡേയും നമുക്കുണ്ട്. സാറ്റർഡേ അല്ലേ. എന്താണ്? ശനിയാഴ്ച. ശനി എന്ന് പറയുന്ന ഒരു പ്ലാനറ്റ് നമുക്കുണ്ട്. ശനി എന്ന് പറയുന്ന ഒരു ദിവസവും നമുക്കുണ്ട് അല്ലേ. അതെങ്ങനെയാണ്? ശനിയുടെ, സാറ്റേണിന്റെ മൂവ്മെന്റ് നോക്കിയിട്ടാണ് സാറ്റേൺ ഡേ ഉണ്ടാവുന്നത് അല്ലേ. സാറ്റർഡേ ആണത്. സോ നമ്മുടെ ഇന്ത്യൻ കലണ്ടറിൽ എന്താണ്? പ്ലാനറ്റ്സിന്റെ മൂവ്മെന്റ്സിന് നല്ല ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നാണ് പറയുന്നത്. ക്ലിയർ ആയോ? ഈ പോർഷൻ നിങ്ങൾ നന്നായിട്ട് വായിച്ചു നോക്കണം. ഈ പോർഷൻ നമ്മൾ തുടങ്ങിയിട്ട് കുറേ ദിവസമായി അല്ലേ. അത്യാവശ്യം വലിയ പോർഷൻസ് ആണ്. നിങ്ങൾക്ക് മനസ്സിലാവാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു പോർഷനുമാണ്. അപ്പൊ ഇത് നന്നായി വായിച്ചു നോക്കിയിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഇതിന്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഒക്കെ തരുമ്പോൾ ഏകദേശം ക്ലിയർ ആവും. നിങ്ങൾക്കിത് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ എന്നാൽ പോലും ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്തു വരുമ്പോൾ എന്താണ് എന്നുള്ളത് നിങ്ങൾക്ക് ക്ലിയർ ആവും. ഒന്നുകൂടെ നമുക്ക് നോക്കാം. ദെൻ കുറെ വേർഡ്സിന്റെ മീനിങ് കൊടുത്തിട്ടുണ്ട്. നോക്കാം. അറിയാത്ത ഒന്നും ഇല്ലല്ലോ. സ്റ്റാർസ്, ഫിക്സഡ് ഹെവൻലി ബോഡീസ് വിത്ത് ലൈറ്റ് ആൻഡ് ഹീറ്റ് ഓഫ് ദെയർ ഓൺ. അതായത് ആകാശത്തിലുള്ള ഹെവൻലി ബോഡിയാണ്, അവിടെ ഫിക്സഡ് ആണ് അത്. അതിന് സ്വന്തമായിട്ട് ലൈറ്റും ചൂടും ഉണ്ട്. ആർക്ക്? സ്റ്റാർസിന്, നക്ഷത്രങ്ങൾ. ദെൻ പ്ലാനറ്റ്സ്, ഹെവൻലി ബോഡീസ് ദാറ്റ് ഹാവ് നോ ഹീറ്റ് ആൻഡ് ലൈറ്റ്സ് ഓഫ് ദെയർ ഓൺ ആൻഡ് ഇറ്റ്സ് ഓർബിറ്റ്സ് ദ സൺ. എന്ത് ചെയ്യുന്നുണ്ട്? പ്ലാനറ്റ്സ്, ഗ്രഹങ്ങളെ കുറിച്ചാണ് പറയുന്നത്. അവർക്ക് സ്വന്തമായിട്ട് ലൈറ്റോ ചൂടോ ഒന്നുമില്ല അല്ലെ. എന്താണ്? സൂര്യന്റെ ലൈറ്റ് ആണ്. സൂര്യനെ അവരിങ്ങനെ റൗണ്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സൂര്യന്റെ ലൈറ്റ് ആണ് ഇവിടെ റിഫ്ലക്ട് ചെയ്യുന്നത്, പ്ലാനറ്റ്സിൽ റിഫ്ലക്ട് ചെയ്യുന്നത്. സോളാർ സിസ്റ്റം, ദ സൺ, 8 പ്ലാനറ്റ്സ് ആർ ദെയർ മൂൺസ്. സോളാർ സിസ്റ്റത്തിൽ എന്തുണ്ട്? സൂര്യനും സൂര്യനെ ചുറ്റുന്ന 8 ഗ്രഹങ്ങളും ആ 8 ഗ്രഹങ്ങളുടെ മൂൺസും അല്ലേ കൂടിയുള്ളതാണ് എന്ത്? സോളാർ സിസ്റ്റം. ഓർബിറ്റ്, ദ ഫിക്സഡ് പാത്ത് ഇൻ വിച്ച് പ്ലാനറ്റ്സ് റിവോൾവ് അറൗണ്ട് ദ സൺ. ഗ്രഹങ്ങൾക്ക് ചന്ദ്രന് ചുറ്റും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കാനുള്ള ഫിക്സഡ് ആയിട്ടുള്ള ഒരു പാത്ത്, കൃത്യമായിട്ടുള്ള ഒരു വഴീനെയാണ് എന്ത്? ഓർബിറ്റ് എന്ന് പറയാം. ഇതൊക്കെ ശ്രദ്ധിക്കണം, ഇതൊക്കെ പഠിക്കണം. വാട്ട്സ് ആൻ ഓർബിറ്റ്, അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ അബൌട്ട് ഓർബിറ്റ് എക്സാമിന് ചോദിക്കാം അല്ലേ. വാട്ട് അബൌട്ട് പ്ലാനറ്റ്സ് ആൻഡ് വാട്ട് ആർ ദ സാറ്റലൈറ്റ്സ്. ഇതൊക്കെയാണ് പഠിക്കേണ്ടത്. അല്ലാതെ ഈ പൊസിഷൻ
ഓക്കെ, അപ്പോൾ നോക്കുക, സോളാർ സിസ്റ്റം, ദ സൺ, സൂര്യനും 8 പ്ലാനറ്റ്സും പിന്നെ അതിൻ്റെ മൂൺസും കൂടി ഉള്ളതാണ് സോളാർ സിസ്റ്റം. ഓർബിറ്റ് ഭൂമിക്ക് സൂര്യന് ചുറ്റും ഇങ്ങനെ ഗ്രഹങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഒരു ഫിക്സഡ് പാത്താണ് ഓർബിറ്റ്. ആൻഡ് സാറ്റലൈറ്റ് അല്ലേ, ഹെവൻലി ബോഡീസ് ദാറ്റ് ഓർബിറ്റ് എ പ്ലാനറ്റ്. സാറ്റലൈറ്റ് എന്താണ്? ഹെവൻലി ബോഡീസ് ദാറ്റ് ഓർബിറ്റ് എ പ്ലാനറ്റ്, അതായത് ഈ സ്കൈയിലുള്ള ഹെവൻലി ബോഡീസിൻ്റെ ഓർബിറ്റ് ആണ്. ഓക്കെ, ക്ലിയർ? മനസ്സിലായോ? ദെൻ ലെറ്റസ് റിവൈസ്. പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഒന്നുകൂടെ പറയാൻ വേണ്ടി പോകുന്നത്. എ സ്റ്റാർ ഈസ് എ ഹ്യൂജ് ബോൾ ഓഫ് ഹോട്ട് ഗ്യാസസ് ദാറ്റ് ഗിവ്സ് ഔട്ട് ലൈറ്റ് ആൻഡ് ഹീറ്റ്. പ്ലാനറ്റ് എന്ന് പറയുന്ന സ്റ്റാർ എന്ന് പറയുന്നത് ഇങ്ങനെ വലിയ ഒരു ബോളാണ്. എന്തിൻ്റെ? ഹോട്ട് ഗ്യാസസിൻ്റെ, ചൂടുള്ള വാതകങ്ങളുടെ വലിയ ഒരു ബോളാണ്. ദാറ്റ് ഗിവ്സ് ഔട്ട് ലൈറ്റ് ആൻഡ് ഹീറ്റ്. അത് പുറത്തേക്ക് എന്ത് വിടുന്നുണ്ട്? ലൈറ്റും ഹീറ്റും അല്ലേ, വെളിച്ചവും ചൂടും പുറത്തു വിടുന്നുണ്ട്. And a planet is a heavenly body that moves around a star and does not have light and heat. Planet എന്ന് പറയുന്നത് അതിന് സ്വന്തമായിട്ട് ലൈറ്റും ചൂടും ഒന്നും ഇല്ല. The sun, the planets and their moon make up their solar system. സൂര്യനും ഗ്രഹങ്ങളും പിന്നെ അതിൻ്റെ മൂൺസും ഒക്കെ കൂടിയിട്ടാണ് സോളാർ സിസ്റ്റം ഉണ്ടാവുന്നത്. സാറ്റലൈറ്റ്സ് ആർ ഹെവൻലി ബോഡീസ് ദാറ്റ് റിവോൾവ് അറൗണ്ട് പ്ലാനറ്റ്സ്. സാറ്റലൈറ്റ് എന്ന് പറയുന്നത് ഹെവൻലി ബോഡീസ് ആണ്, പ്ലാനറ്റ്സിന് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുന്നത് അല്ലേ. ദെൻ crust, mantle and core are the 3 layers of the earth. Layers of the earth important ആണ് കേട്ടോ. layers of the earth ഒക്കെ മറന്നു പോകരുത്. ഇന്ന് തന്നെ ഈ പോർഷൻ ഒരു 5 തവണയെങ്കിലും നിർബന്ധമായിട്ട് നിങ്ങൾ വായിച്ചിട്ടുണ്ടാവണം, ഇല്ലെങ്കിൽ മനസ്സിലാവില്ല, ഷുവർ ആണ്. സോ നന്നായിട്ട് വായിച്ചില്ല എങ്കിൽ എക്സാമിനാണ് ഇനി എടുത്തു നോക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. അപ്പോൾ ലെയേഴ്സ് ഓഫ് ദ എർത്ത് ഒക്കെ നന്നായിട്ട് പഠിക്കണം. ക്രസ്റ്റ്, മാൻഡിൽ, കോറ്, ഇതൊക്കെ എന്താണ്? layers of the earth ആണ്. The equator divides the earth into northern and southern hemisphere. ലാസ്റ്റ് കഴിഞ്ഞ ക്ലാസ്സിലും ഇന്നുമായിട്ട് പറഞ്ഞ കാര്യം എന്ത്? നോർത്തേൺ ഹെമിസ്ഫിയറും സൗത്തേൺ ഹെമിസ്ഫിയറും ഭൂമിയുടെ നടുവിൽ കൂടെ എന്ത് ഡിവൈഡ് ചെയ്യുന്നുണ്ട് അല്ലേ, ഇക്വേറ്റർ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ നോർത്തേൺ ഹെമിസ്ഫിയർ സൗത്തേൺ ഹെമിസ്ഫിയർ ഉണ്ടാകുന്നു എന്നുള്ളത് നമ്മൾ പറഞ്ഞതാണ്. ദെൻ മെനി ഇന്ത്യൻ ഫെസ്റ്റിവൽസ് ആർ ലിങ്ക്ഡ് വിത്ത് ദ മൂവ്മെന്റ് ഓഫ് ഹെവൻലി ബോഡീസ് ആൻഡ് സീസൺസ്. കാലാവസ്ഥയുടെയും ഹെവൻലി ബോഡീസിൻ്റെയും മൂവ്മെന്റ് നോക്കിയിട്ട് കുറേ ഇന്ത്യൻ ഫെസ്റ്റിവൽസ് ഒക്കെ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. ഹോളി, ബിഹു, ഇതൊക്കെ നമ്മളിപ്പോൾ പറഞ്ഞതാണ്. ദെൻ നന്നായിട്ട് പോർഷൻ വായിച്ചു നോക്കിയിട്ട് എന്ത് ചെയ്യുക? നിങ്ങളുടെ ഹോംവർക്ക് ഉള്ളത് ഗിവ് 1 word ആൻസേഴ്സ്. എ നോക്കാം, ടിക്ക് ചെയ്ത് വെച്ചോ. എ ഫൺ ടു ലേൺ, എ, ബി ആൻഡ് അത്രയേ ഉള്ളൂ. ദെൻ ബാക്കിയുള്ളത് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ്, അത് ഞാൻ തരാം. ദെൻ ഓക്കെ, ദെൻ അത്രയും നിങ്ങൾ ചെയ്തിട്ട് വരിക. ബാക്കിയുള്ളത് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് കഴിഞ്ഞ ദിവസം ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നെക്സ്റ്റ് ഡേ ആകുമ്പോഴേക്കും തരാം. ദെൻ ബിയോണ്ട് ദ ടെക്സ്റ്റിന് പുറത്തുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞിട്ട് എന്ത് കൊടുത്തിട്ടുണ്ട്? വൈ ഈസ് പ്ലൂട്ടോ നോട്ട് കൺസിഡേർഡ് എ പ്ലാനറ്റ് എനിമോർ? പ്ലൂട്ടോനെ എന്തുകൊണ്ടാണ് ഒരു പ്ലാനറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാത്തത് എന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇല്ല, യെസ്, നമ്മൾ പറഞ്ഞിരുന്നു. എന്താണെന്ന് വെച്ചാൽ പ്ലൂട്ടോനെ ഡ്വാർഫ് പ്ലാനറ്റ് ആയിട്ട് കൺസിഡർ ചെയ്തു, കുള്ളൻ ഗ്രഹമായിട്ട് അതിനെ മാറ്റി. ബിക്കോസ് പ്ലൂട്ടോനെ ഒരു ഗ്രഹമല്ല എന്ന് 2006 പറയുകയും 2008 അതിനെ പുറത്താക്കുകയും ചെയ്തു എന്നുള്ളതൊക്കെ നമ്മൾ പറഞ്ഞല്ലോ. നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് വരുമ്പോൾ ഈ 2 ആക്ടിവിറ്റീസും ചെയ്തിട്ട് വരിക. ബാക്കിയുള്ളത് നമുക്ക് എന്ത് ചെയ്യാം? നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം കേട്ടോ. പോർഷൻ ഒരു 5 തവണയെങ്കിലും നിർബന്ധമായിട്ട് വായിക്കണം. നെക്സ്റ്റ് ക്ലാസ്സിൽ ഇല്ല എങ്കിൽ ഇപ്പം തന്നെ വായിച്ചിട്ട് അവിടെ നിന്ന് എണീറ്റാൽ മതി, ഇല്ലെങ്കിൽ മനസ്സിലാവില്ല. നന്നായിട്ട് വായിക്കുക, ഒരു 5-6 തവണ നന്നായിട്ട് വായിച്ചിട്ട് ഇനി എന്തെങ്കിലും ഡൗട്ട് ആ പോർഷൻസിൽ ഏതെങ്കിലും ഭാഗത്ത് ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. നമ്മുടെ ടൈം കഴിഞ്ഞു, 1 മിനിറ്റേ ഉള്ളൂ ഇനി. സോ സീ യു ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. നന്നായി വായിച്ചിട്ട് വേണം വരാൻ. ഓക്കെ.